വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ദ ഇൻക്രെഡിബിൾ ബ്രൂണെ കളക്ഷൻ. നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്, എന്നാലേ ഫുൾ കോണ്ടെക്സ്റ്റ് കിട്ടുള്ളൂ. ഇനി കാണാത്തവർക്കായിട്ട് ഒരു ക്വിക്ക് റീക്യാപ്പ് പറയാം. കേരളത്തിൻ്റെ 1/6 വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ രാജ്യമാണ് ബ്രൂണെ. അവിടെ ഒരുപാട് ഓയിൽ റിസർവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അൺബിലീവബിൾ എമൗണ്ട് ഓഫ് മണിയാണ് ബ്രൂണെ രാജ്യത്ത് കിട്ടിയിരുന്നത്. ഒരു പോയിന്റിൽ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു ബ്രൂണെ രാജാവ്. ഇനി ബ്രൂണെ സുൽത്താൻ്റെ ഏറ്റവും ഇളയ അനിയൻ ഒരു പ്രോപ്പർ കാർ പ്രാന്തനായിരുന്നു, നമ്മളെല്ലാവരും പോലെ. പക്ഷേ ഉള്ളി ഡിഫറൻസ്, പുള്ളി അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു, അവരുടെ സോവറൻ വെൽത്ത് ഫണ്ടിൻ്റെ ചെയർമാനും കൂടിയായിരുന്നു. അങ്ങനെ അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ സൂപ്പർ കാറുകളും ബ്രൂണെ സുൽത്താൻ്റെ അനിയനായ ജെഫ്രി ബോൾക്യ മേടിച്ച് കൂട്ടി. സൂപ്പർ കാറുകളെല്ലാം സ്വന്തം ഗരാജിൽ വന്നതിന് ശേഷം ഈ കളക്ഷൻ അടുത്തൊരു മാഡ് ലെവലിലേക്ക് പോയി. കാരണം ഇവർ കോൺസെപ്റ്റ് കാറുകൾ മേടിച്ചു തുടങ്ങി. നമുക്കറിയാം, കോൺസെപ്റ്റ് കാർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കാറുകളല്ല, ആ ഒരു ഡിസൈൻ പബ്ലിക്കിന് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ വേണ്ടി കാർ കമ്പനീസ് ഒരു പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മോഡലാണ് ഈ കോൺസെപ്റ്റ് കാർസ്. ഒരു കോൺസെപ്റ്റ് കാർ പ്രൊഡക്ഷനിലേക്ക് വരണമെങ്കിൽ ഒരുപാട് സമയം കാത്തിരിക്കണം. പക്ഷേ മറ്റേ സിനിമയിൽ പറയില്ലേ, രാജാവിന് എന്ത് ക്യൂ എന്ന് പറയുന്ന പോലെ ജെഫ്രി ബോൾക്കിയയ്ക്ക് ഒരു കോൺസെപ്റ്റ് കാർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവരവരുടെ ഏറ്റവും അടുപ്പമുള്ള പിൻഫെറീന ഡിസൈൻ ഹൗസിലേക്ക് വിളിച്ച് പറയും, ഈ കോൺസെപ്റ്റ് കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു 3 പോരട്ടെ എന്നുള്ളത്. അതായിരുന്നു ശരിക്കും ലിറ്ററലി സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇവരുടെ കോൺസെപ്റ്റ് കളക്ഷനിലേക്ക് ആദ്യം വന്ന ഒരു വിയേർഡായിട്ടുള്ള കോൺസെപ്റ്റാണ് ഫെറാറി F90. ഇതിൽ വിചിത്രമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെറാറിയുടെ അറിവോടെ ആയിരുന്നില്ല ഈ ഫെറാറി F90 പിനിൻഫെറീന ഉണ്ടാക്കിയത്. വളരെ സീക്രട്ടീവ് ആയിട്ടായിരുന്നു. ഇറ്റലിയിലെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഒരു കാർ ഡിസൈനറാണ് സെർജിയോ പിനിൻഫെറീന. അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഈ പിനിൻഫെറീന ഡിസൈൻ ഹൗസ് അറിയപ്പെടുന്നത്. ഫെറാറി ആയിട്ട് പിനിൻഫെറീനയ്ക്ക് ഒരുപാട് അടുപ്പമുണ്ട്. കാരണം ഫെറാറിയുടെ F40, അതുപോലെ തന്നെ ഫെറാറിയുടെ ടെസ്റ്ററോസ, ഇതൊക്കെ ഡിസൈൻ ചെയ്തത് സെർജിയോ പിനിൻഫെറീനയാണ്. പിനിൻഫെറീന പോലത്തെ വലിയൊരു ഡിസൈൻ ഹൗസ് എപ്പോഴും കാർ കമ്പനികൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ പിനിൻഫെറീനയുടെ ഏറ്റവും വലിയ കസ്റ്റമർ ഒരു കാർ കമ്പനി ആയിരുന്നില്ല, ഒരു വ്യക്തിയായിരുന്നു. പേര് പറയാൻ തന്നെ ആളെ മനസ്സിലായല്ലോ, ജെഫ്രി ബോൾക്യ പിനിൻഫെറീനയിൽ മാത്രം സ്പെൻഡ് ചെയ്തത് $75 മില്യൺ ആയിരുന്നു, ഏകദേശം 650 കോടി രൂപ. നമ്മുടെ ജെബിക്ക് അടുത്തിടെ കണ്ട ഒരു F90 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞു ഉണ്ടായിക്കോന്ന്. ഈ കാറ് ഫെറാറിയുടെ പെർമിഷനോട് കൂടിയല്ല പിനിൻഫെറീന ഉണ്ടാക്കിയത്. അപ്പോൾ പുള്ളിയോട് ഇവർ മേ ബി ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും പറഞ്ഞത്, ഞങ്ങൾക്ക് മിനിമം ഓർഡർ 7 കാറ് വേണം എന്ന് പറഞ്ഞു. കാരണം ഭീമമായ തുകയാണ്. അപ്പോൾ ഞാൻ നമ്പർ കേട്ടെങ്കിലും പുള്ളി ചിലപ്പോൾ പിന്മാറുമെന്ന് വിചാരിച്ചു കാണും. പക്ഷേ JB ആരാ മോൻ, പുള്ളി പറഞ്ഞു എനിക്ക് 6 കാറ് മതി, പക്ഷേ 7 കാറിൻ്റെ പൈസ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തു. ഈ F90 കാറ് അവർ ടെസ്റ്റ് ചെയ്തിരുന്നത് രാത്രി സമയങ്ങളിലായിരുന്നു. കാരണം ഒരു കാരണവശാലും ഫെറാറി ഈ കാർ ടെസ്റ്റ് ചെയ്യുന്നത് കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആവും. അങ്ങനെ രാത്രിയുടെ മറവിൽ ഫുൾ ക്യാമഫ്ലാഷൊക്കെ ഒട്ടിച്ചിട്ടാണ് ഇവർ ഈ കാറിനെ ടെസ്റ്റ് ചെയ്തിരുന്നത്. സോ പിനിൻഫെറീന ഡിസൈൻ ചെയ്തൊരു കാറായിരുന്നു ഫെറാറിയുടെ ടെസ്റ്ററോസ. കറക്റ്റ് കാറ് പറയുകയാണെങ്കിൽ നമ്മുടെ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിൻ്റെ ഇൻട്രോ സീനിൽ വരുന്ന ആ കാറില്ലേ, അതാണ് ടെസ്റ്ററോസ. ഇഫ് യു നോ യു നോ. സോ ടെസ്റ്ററോസ ഒരു കൂപ്പേ കാർ മാത്രമായിരുന്നു. അവർ സ്പൈഡർ വേർഷൻ ഇറക്കിയിരുന്നില്ല. കുറേ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തു സ്പൈഡർ വേർഷൻ ഇറക്കാൻ. പക്ഷേ സ്ട്രക്ചറൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫെറാറി പറഞ്ഞു ഞങ്ങൾ സ്പൈഡർ ഇറക്കില്ല, ഞങ്ങൾ കൂപ്പേ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ജെഫ്രി ബോൾക്കിക്ക് സ്പൈഡർ വേണമെന്ന് പറഞ്ഞാൽ സ്പൈഡർ വേണം. അങ്ങനെ 12 ടെസ്റ്ററോസ മേടിച്ച് ഡയറക്റ്റ്ലി പിനിൻഫെറീനയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കൺവേർട്ട് ചെയ്തോളാൻ. ആൻഡ് പിനിൻഫെറീന ആ ടെസ്റ്ററോസെ സ്പൈഡറാക്കി മാറ്റി. പക്ഷേ ജെഫ്രി ബോൾക്കിയ ഒരു VIP കസ്റ്റമർ ആയതുകൊണ്ട് ഈ കാറുകളെ ഫെറാറി ടെസ്റ്റ് ചെയ്ത് കൊടുത്തു. അതായത് സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് ഫെറാറി ഒഫീഷ്യലി ടെസ്റ്റ് ചെയ്ത് ആണ് ഇവർക്ക് ഈ കാർ ഹാൻഡ് ഓവർ ചെയ്തത്. ആൻഡ് അഗൈൻ എല്ലാം റൈറ്റ് ആൻഡ് ഡ്രൈവ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. അങ്ങനെ 12 കാറുകൾ പിനിൻഫെറീന ഫെറാറി ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇവർക്ക് ബ്രൂണെ റോയൽ ഫാമിലിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഇതാണ് പിനിൻഫെറീനയും ജെഫ്രി ബോൾക്കിയും ഫെറാറിയും ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. അങ്ങനെ ടോട്ടൽ 6 F90 മോഡൽസ് ജെഫ്രി ബോൾക്കിയയ്ക്ക് പിനിൻഫെറീന ഹാൻഡ് ഓവർ ചെയ്തു. ഒരു കാറിന് ഏകദേശം 1.5 മില്യനാണ് അതിനുള്ള അന്നത്തെ കാലത്ത് കോസ്റ്റ് വന്നത്. അങ്ങനെ മൊത്തം 7 കാറുകളുടെ പ്രൈസ്. ഇത് കഴിഞ്ഞ് പിനിൻഫെറീന തന്നെ മൈത്തോസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്തു. ഈ കോൺസെപ്റ്റ് കണ്ട് സുൽത്താൻ ഉടനെ പറഞ്ഞു 3 പോരട്ടെ എന്ന്. അങ്ങനെ 3 ഫെറാറി മൈത്തോസ് കോൺസെപ്റ്റും ഇവരുടെ കയ്യിലുണ്ട്. ഇനി 90s അവസാനമായപ്പോഴത്തേക്കും നമ്മുടെ ജെഫ്രി ബോൾക്കിയുടെ മകൻ പ്രിൻസ് ഹക്കീം അച്ഛൻ്റെ അതേ പാത പിന്തുടർന്ന് കസ്റ്റം കാറുകൾ ഓർഡർ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഓർഡർ ചെയ്തൊരു കാറാണ് ഫെറാറി FX. ഈ ഫെറാറി FXൻ്റെ ഫുൾ കാർബൺ ഫൈബർ ബോഡിയാണ് ഉണ്ടായിരുന്നത്. അന്നൊന്നും കാർബൺ ഫൈബർ ഒന്നും അത്ര കോമൺ ആയിട്ടില്ല. പക്ഷേ ഇതിന് ഫുൾ കസ്റ്റം കാർബൺ ഫൈബർ ബോഡിയായിരുന്നു. ഇതിനൊരു സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇവർക്ക് ആവശ്യമായിരുന്നു. ഇതൊക്കെ സെമി ഓട്ടോമാറ്റിക്കിന് ഒരുപാട് മുമ്പാന്ന് ആലോചിക്കണം.
അങ്ങനെ F1 ടെക്നോളജിയിൽ ഉണ്ടായിരുന്ന സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ പ്രോ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ട്യൂണിംഗ് കമ്പനിയിലേക്ക് കൊടുത്ത് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള FXലേക്ക് ഇവർ ഇൻസ്റ്റാൾ ചെയ്തത്. സോ എൻജിനീയറിങ്ങിൻ്റെ കാര്യത്തിലും ഇവർ ഏകദേശം 10-20 കൊല്ലം മുമ്പേ നമ്മൾ ഇന്നുള്ള പോയിന്റിൽ ഓൾറെഡി എത്തിയിരുന്നു. അതായിരുന്നു അവരുടെ ഒരു പർച്ചേസിങ് പവറിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ FX നോക്കുകയാണെങ്കിൽ ഒരു യെല്ലോ FX ഉണ്ട്, ഒരു റെഡ് FX ഉണ്ട്, ഒരു ബ്ലാക്ക് FX ഉണ്ട്. അത്യാവശ്യം കാണാൻ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ലുക്കിംഗ് ആയിട്ടുള്ള കാറാണ് ഫെറാറി FX. ഫെറാറി കഴിഞ്ഞ് നമ്മൾ മറ്റ് ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ തന്നെ ഒരു അർജൻറ്റോ വിവോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കാർ ഉണ്ടായിരുന്നു 1995. 6 അർജൻറ്റോ വിവോ ആണ് ഇവർക്കുള്ളത്. കാരണം അവർക്ക് ആ ഡിസൈൻ അത്ര ഇഷ്ടമായതുകൊണ്ട് അവർ 6 എണ്ണം പിനിൻഫെറീനിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇനി മറ്റു കാറുകളിലേക്ക് വരികയാണെങ്കിൽ BMW നാസ്ക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കാർ ഇവരിലുണ്ട്. നാസ്ക ഒരിക്കലും പ്രൊഡക്ഷനിലേക്ക് വന്നില്ല, പക്ഷേ കോൺസെപ്റ്റ് സ്റ്റൈലിൽ തന്നെ ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് അതും മേടിച്ചു. ഇനി 2 ചിസെറ്റ ഉണ്ട്. എൻ്റെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും, സിസെറ്റ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സിസെറ്റ ഒരു അന്നത്തെ കാലത്തെ ഒരു സൂപ്പർ കാറായിരുന്നു. അത് അധികം പ്രൊഡക്ഷനിലേക്ക് പോയിട്ടില്ല. അന്ന് സിസെറ്റയ്ക്ക് ഉണ്ടായിരുന്ന 16 സിലിണ്ടർ ആയിരുന്നു. സിസെറ്റ V16T എന്നായിരുന്നു ഈ മോഡലിൻ്റെ പേര്. ഇതുണ്ട് 2 എണ്ണം. ഇനി നമുക്ക് ബെന്റ്ലിയുടെ ക്രേസി വേൾഡിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 361 ബെന്റ്ലിയാണ് സുൽത്താനുള്ളത്. ഈ ബെന്റ്ലിയുടെ പേജ് തന്നെ എടുത്തു പോയി കാണാം, ഇങ്ങനെ കിടക്കാണ് ലിസ്റ്റ് താഴത്തേക്ക്. ഇനി പിനിൻഫെറീന ഡിസൈൻ ചെയ്ത ബെന്റ്ലിയുടെ B3 എന്നൊരു എക്സാമ്പിൾ ആണ്. കാറൊന്നും ബെന്റ്ലിയുടെ നോർമൽ കാറ്റലോഗിൽ ഉണ്ടായിരുന്ന വണ്ടികളല്ല, സുൽത്താൻ സ്പെഷ്യൽ ഓർഡർ കൊടുത്ത് ഉണ്ടാക്കിച്ചാണ് ഈ B3. ബെന്റ്ലി കോണ്ടിനെന്റൽ 6ന്റെ പ്ലാറ്റ്ഫോമിലാണ് ഇവർ B3 ബിൽഡ് ചെയ്തത്. മൊത്തം 12 B3 ഉണ്ടായിരുന്നു ജെഫ്രി ബോൾക്കിയയ്ക്ക്. അടുത്താണ് ബക്കനിയർ. ഫ്രഞ്ച് കോച്ച് ബിൽഡറായ ഹ്യൂലിസ് ആണ് ഈ ബക്കനിയർ ഉണ്ടാക്കിയത്, സഗാറ്റോ ഡിസൈൻ ചെയ്തത്. ഈ ബക്കനിയറിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ കോണ്ടിനെന്റൽ GTയുടെ നല്ല ചായയില്ലേ. കോണ്ടിനെന്റൽ GT ഇറങ്ങുന്നതിന് 7 കൊല്ലം മുമ്പാണ് സുൽത്താൻ ബക്കനിയർ ഉണ്ടാക്കിയത്, അതും ഫുള്ളി കസ്റ്റമായിട്ട്. ഇതിന്റെ ഷാസിക്ക് വരെ പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതിന്റെ ഷാസിയുടെ പേര് ZH ഷാസി എന്നായിരുന്നു. അതില് H എന്ന് പറയുന്നത് ഹസനൽ, നമ്മുടെ സുൽത്താന്റെ പേരിലായിരുന്നു ഈ ഷാസി അറിയപ്പെട്ടിരുന്നത് തന്നെ. പല പല വേർഷൻസ് ഓഫ് ബെന്റ്ലി കസ്റ്റം മോഡൽസ് ഉണ്ട്. ഒന്ന് എക്സാമ്പിൾ പറയുന്നത് മോണ്ടെ കാർലോ ഉണ്ടായിരുന്നു 6 എണ്ണം. അത്യാവശ്യം രസമുള്ളൊരു മോഡലാണ് മോണ്ടെ കാർലോ. ഗ്രാൻഡ് പ്രീ എന്നൊരു മോഡൽ ഉണ്ടായിരുന്നു. ഇംപീരിയൽ എന്ന് പറഞ്ഞൊരു കസ്റ്റം മെയ്ഡ് വേർഷൻ ഉണ്ട്. ഇതൊന്നും പുറത്തെ മാർക്കറ്റിലേക്ക് പോയിട്ടില്ല, ഇവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ കാറുകളാണ്. ഫീനിക്സ് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടായിരുന്നു. സിൽവർസ്റ്റൺ എന്ന് പറഞ്ഞ മോഡൽ. ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് സിൽവർസ്റ്റൺ അവർ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഫോട്ടോ ആണ് കോൺസെപ്റ്റ് സ്റ്റേജിൽ. ഈ ഓരോ കാറുകളും കസ്റ്റമായിട്ട് ഉണ്ടാക്കി അത് അവർ ട്രാക്കിലിട്ട് ടെസ്റ്റ് ചെയ്ത് പ്രശ്നമൊന്നുമില്ല ഉറപ്പ് വരുത്തിയിട്ടാണ് സുൽത്താൻ കൊടുത്തിരുന്നത്. സോ ഒരു പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന അതേ ഓൾമോസ്റ്റ് സിമിലർ കോസ്റ്റ് വരും ഓരോ മോഡൽ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ എല്ലാം കൂടെ 361 ബെന്റ്ലികൾ. ബെന്റ്ലിയേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് ഇവരുടെ കളക്ഷനിലുള്ള ഒരു ബ്രാൻഡ് മെർസിഡീസ് ബെൻസ് ആയിരുന്നു. അതിൽ തന്നെ 108 AMG ഉണ്ട്. മെജോറിറ്റി മെർസിഡീസ് കാറുകൾ ഇവർക്ക് S ക്ലാസിന്റെ പല വേർഷൻസ് ആയിരുന്നു. പക്ഷെ നമുക്കൊരു സ്പെഷ്യൽ കാറുകളെ നോക്കാം. അതിലെ ഒരു വളരെ സ്പെഷ്യൽ കാറാണ് ഈ പറഞ്ഞ S73T AMG. S ക്ലാസിനെ ഒരു എസ്റ്റേറ്റ് വേർഷനായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ പഗാനി സോണ്ടയിലൊക്കെ ഉള്ള ആ 7.3 ലിറ്റർ V12 എഞ്ചിനാണ് ഈ കാറിൽ പിടിപ്പിച്ചിരുന്നത്. അതിന്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഒക്കെ CL ക്ലാസിന്റെ ഹെഡ്ലൈറ്റ്. സോ ഒരു എന്നൊരു ഫ്രാങ്കൻസ്റ്റൈൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പോലെ എന്നാൽ ഒരു ക്രേസി ലുക്കിംഗ് പ്രോപ്പർ AMG ആയിരുന്നു ഈ S73T AMG. അങ്ങനെ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് S73T ഇവരയിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി റെസ്റ്റോ മോഡലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള 300SL ഗൾവിംഗ് ഇവരയിലുണ്ട്. പക്ഷെ അത് AMGയിൽ കൊടുത്ത് V8 എഞ്ചിൻ പിടിപ്പിച്ച് ഇന്റീരിയറൊക്കെ ഒന്ന് മോഡേണൈസ് ചെയ്ത് അവരൊരു റെസ്റ്റോ മോഡ് സ്റ്റൈലിൽ അന്ന് തന്നെ ഇരുന്നു. പിന്നെ നമ്മുടെ റോൾസ് റോയ്സിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഫാൻറ്റംസ് ഉണ്ട്, കോർണിഷ് ഒക്കെ ഉണ്ട്. ഇതൊന്നും പോരാതെ മെജസ്റ്റിക് എന്ന് പറഞ്ഞൊരു മോഡൽ ബെർട്ടോനെ കൊണ്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബെർട്ടോനെ പ്രോഡക്റ്റ് ആയിരുന്നു ഈ മെജസ്റ്റിക് എന്ന് പറഞ്ഞ മോഡൽ. ഒരു ഭയങ്കര റീഗൽ ആയിട്ടുള്ള ഡിസൈൻ. ഇനി ക്ലൗഡ് എസ്കിന് തന്നെ പല പല വേർഷൻസ് ഉണ്ട്. ഇനി ഇതൊന്നും പോരാതെ കാറുകൾക്ക് പുറമെ 9 പ്രൈവറ്റ് ജെറ്റും 3 ലക്ഷറി യോട്ടും 15 ഹെലികോപ്റ്ററും 10 സിഗരറ്റ് ബോട്ടും കൂടി ജെഫ്രി ബോൾക്കിയ മേടിച്ച് കൂട്ടിയിരുന്നു ഈ കാലഘട്ടത്തിൽ. ഇനിയാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചില്ലേ എന്തുകൊണ്ട് 15 കൊല്ലം മാത്രം കാറ് മേടിച്ചു എന്നുള്ളത്. കാരണം 1997 ആയപ്പോഴത്തേക്കും ഗ്രേറ്റ് ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്തു. തായ്ലൻഡ് അവരുടെ കറൻസിയെ US ഡോളറായിട്ട് ഡീവാല്യൂ ചെയ്ത് ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിന് തുടക്കം കുറിച്ചു. ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ആ ബെൽറ്റിലെ എല്ലാ രാജ്യങ്ങളെയും വല്ലാണ്ട് ബാധിച്ചിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും കാര്യമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണുപോയി എന്ന് തന്നെ പറയാൻ പറ്റും. ഈ സമയത്ത് വേറെ കാര്യങ്ങൾ സംഭവിച്ചു. നമ്മുടെ ഹസനൽ ബോൾക്കിയയ്ക്കും ജെഫ്രി ബോൾക്കിയയ്ക്കും ഇടയ്ക്ക് 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു ബ്രദർ വളരെ സാത്വികനായിട്ടുള്ള ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പുള്ളിക്കാരനെ പ്രജകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, ഇവരെ ലക്ഷറി ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ജെഫ്രി ബോൾക്കിയുടെ എക്സ്ട്രീം ലൈഫ് സ്റ്റൈലിനോട് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. സോ പലപ്പോഴും സുൽത്താനോട് പറഞ്ഞു നിർത്തണം, ഇത് കാര്യങ്ങൾ കൈവിട്ട് പോയി തുടങ്ങുകയാണ്, ഇനി ശരിയാവില്ല എന്നുള്ളത്. അങ്ങനെ സുൽത്താനും ജെഫ്രി ബോൾക്കിയെ പലതവണ വാൺ ചെയ്തിരുന്നു, ഒന്ന് ടോൺ ഡൗൺ ചെയ്യുക, മതി ഇത്രയും വേണ്ടാന്ന്. പക്ഷേ ജെഫ്രി ബോൾക്കിയുടെ ലൈഫ് സ്റ്റൈൽ അന്ന് വേറൊരു മാഡ് ലെവലിലേക്ക് എത്തിയിരുന്നു. പുള്ളിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പുള്ളിയെ കൊണ്ട് തന്നെ പറ്റുമെന്ന് അറിയാത്ത ഒരു തരം ക്രേസി ലൈഫ് സ്റ്റൈലായിരുന്നു ഈ പറഞ്ഞ
$50 million ഒരു മാസം ദൂർത്തടിച്ച് കളയുന്ന ലൈഫ് സ്റ്റൈൽ. അതിൽ നിന്ന് തിരിച്ചു വരാൻ പുള്ളിയെ കൊണ്ടും പറ്റിയില്ല. അങ്ങനെ സുൽത്താൻ ഒരു ഹാർഡ് സ്റ്റാൻസ് എടുത്തു. ജെഫ്രി ബോൾക്കിയെ ബ്രൂണൈ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു ഓഡിറ്റ് ഓർഡർ ചെയ്തു. എന്താണ് ശരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാനായിട്ട്. ആ ഓഡിറ്റിന്റെ റിസൾട്ട് വന്നതോടുകൂടി എല്ലാവരും ഒരുമിച്ച് ഞെട്ടി. ബ്രൂണൈ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് $14.5 ബില്യൺ ആണ് കാണാതെ പോയത്. അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്കും ജെഫ്രി ബോൾക്കിയെ സുൽത്താൻ നാട് കടത്തി. ആൻഡ് 2 കേസും കൂടെ ഫയൽ ചെയ്തു. ഈ പറഞ്ഞ $14.5 ബില്യൺ കാണാതായതൊന്നും ഈ ജെഫ്രി ബോൾക്കിയെ ഇത്രയും വർഷം കൊണ്ട് ഈ ഫണ്ടിൽ നിന്ന് മാറ്റിയ എല്ലാ സാധനങ്ങളും, അതായത് പല പല ഇന്റർനാഷണൽ പ്രോപ്പർട്ടികൾ മേടിച്ചു കൂട്ടി, പല പല ഹോട്ടൽസ് മേടിച്ചു, പല ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്തു, ഈ പൈസ എല്ലാം തിരിച്ച് ബ്രൂണയെ ഏൽപ്പിക്കണം എന്നുള്ള വേറൊരു കേസും കൂടെ ഫയൽ ചെയ്തു. അങ്ങനെ ജെഫ്രി ബോൾക്കിയുടെ ഈ ലൈഫ് സ്റ്റൈൽ അവിടെ നിന്നു. ഈ കാർ കളക്ഷനും അതോടുകൂടി പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ഫുൾ സ്റ്റോപ്പായിട്ട് അവിടെ നിന്നു. പക്ഷേ ഇതിൽ കഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ പ്രാന്തന്മാരുടെ കാര്യം ഇനി പറഞ്ഞ കേട്ടോ. കാർ കളക്ഷൻ നിർത്തിയോടുകൂടി സുൽത്താൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നുകൊണ്ട് ഈ കാർ കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും സുൽത്താൻ പറഞ്ഞു വിട്ടു. ഈ കാറുകളെല്ലാം സ്റ്റോർ ചെയ്തിരുന്നത് കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഗരാജിലായിരുന്നു. ഈ ഗരാജുകളെല്ലാം സുൽത്താൻ സീൽ ചെയ്തു. സോ 98 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കാറുകളെല്ലാം വളരെ നെഗ്ലക്റ്റഡ് ആയിരുന്നു. ആരും തിരിഞ്ഞൊരു നോക്കിയിട്ടില്ല. അപ്പോഴാണ് ഇവർക്ക് ഈ കാരണം ഇവർക്ക് നാണക്കേടായി. ഈ ജെഫ്രിയുടെ ലൈഫ് സ്റ്റൈലും ഈ ചെലവും പാഴ്ചെലവും എല്ലാം ഭയങ്കര നാണക്കേടായിരുന്നു അവർക്ക്. അങ്ങനെ ഒരുപക്ഷെ ചിലപ്പോൾ 2001 ഇവർ ഈ കാറുകൾ കുറച്ച് വിൽക്കാം എന്നൊരു പ്ലാനിലേക്ക് വന്നത്. പല അവിടെയുള്ള കാറുകൾ കുറേയൊക്കെ അവർ പബ്ലിക് ഓപ്ഷൻ നടത്തി പബ്ലിക്കിന് തന്നെ, അവിടുത്തെ നാട്ടുകാർക്ക് തന്നെ പതുക്കെ വിറ്റു തുടങ്ങി. ഈ നോർമൽ ലക്ഷറി കാറുകൾ, എസ് ക്ലാസ് പോലത്തെ മോഡലും അതുപോലെ തന്നെ NSX പോലത്തെ മോഡലൊക്കെ ഓപ്ഷന് വന്നിരുന്നു. കുറേ കാറുകളൊക്കെ മലേഷ്യൻ റോയൽ ഫാമിലി മേടിച്ചു. എന്നിട്ടും പിന്നെയും കാറുകൾ ബാക്കിയുണ്ട്. അങ്ങനെയാണ് ഈ റോയൽ ഫാമിലിയായിട്ട് അടുപ്പമുള്ള കുറച്ച് ബ്രോക്കേഴ്സിനെ ഇവർ സ്പെഷ്യൽ ചാർട്ടർ ഫ്ലൈറ്റിൽ സീക്രട്ടായിട്ട് ബ്രൂണയിലേക്ക് കൊണ്ടുവന്നത്. 2001 വന്ന് അതിൽ ഏതോ ഒരു ബ്രോക്കർ എടുത്ത, അതായത് ഈ ഹൈ എൻഡ് സൂപ്പർ കാർ ബ്രോക്കർ എടുത്ത ഫോട്ടോകളാണ് ഇന്ന് 2024 ലീക്ക് ചെയ്തത്. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ടാവും, എന്തിന് 2024 ലീക്ക് ചെയ്തു എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് പല കാറുകളും അവർ ഇപ്പോൾ റിസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബ്രൂണൈ കളക്ഷനിലുള്ളത്. റീസെന്റ് ഒരു മെക്ലാരൻ F1 റെസ്റ്റോറേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു ഫോട്ടോ ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കളക്ഷൻ ഇപ്പോഴും ഇവരുടെ കയ്യിലുണ്ട്. അതിനൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഹൈപ്പിൽ മേ ബി കുറച്ച് കാറുകളെ അൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ മേ ബി ഒരു മ്യൂസിയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പോൾ 2024 ഈ 2001 ഫോട്ടോസ് ലീക്ക് ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ പല കാറുകൾ അവർക്ക് വിൽക്കാൻ പറ്റിയില്ല. കാരണം ബ്രൂണൈ ഒരു റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺട്രിയാണ്. ഈ കാറുകൾ മേടിക്കാൻ കപ്പാസിറ്റിയുള്ള ആൾക്കാർ, അതായത് മെയിൻലി US മാർക്കറ്റ്, ചൈനീസ് മാർക്കറ്റ്, റഷ്യൻ മാർക്കറ്റ്, അതുപോലെ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ്, ഈ 4 മാർക്കറ്റുകളും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കാറുകളുടെ മാർക്കറ്റാണ്. സോ ഒരിക്കലും ഈ കാറുകളുടെ ശരിക്കുള്ള വില ആ മാർക്കറ്റിൽ കിട്ടില്ല. അപ്പോൾ ഇവർ മേ ബി വിൽക്കണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. വളരെ വളരെ ചുരുക്കം കാറുകൾ മാത്രമേ ഓപ്പൺ മാർക്കറ്റിൽ ഇവർക്ക് വിൽക്കാൻ പറ്റിയുള്ളൂ. അങ്ങനെ വിറ്റ ഒരു സൂപ്പർ റെയർ കാറാണ് ഈ കാണുന്നത്. മെർസിഡീസ് ബെൻസിന്റെ CLK GTR റോഡ്സ്റ്റർ. ലോകത്തിൽ ആകെ 6 CLK GTR റോഡ്സ്റ്ററെ മെർസിഡീസ് ബെൻസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ ഒരേ ഒരു CLK GTR റോഡ്സ്റ്ററെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ളൂ. അതാണ് ഈ കാണുന്നത്. നമ്മുടെ ജെഫ്രി ബോൾക്കിയുടെ നിന്ന് ആരാണ് ഈ കാർ മേടിച്ചതെന്ന് മനസ്സിലായോ? ആ നമ്പർ പ്ലേറ്റിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. പേര് കണ്ടോ? VJM. ജെഫ്രി ബോൾക്കിയുടെ നിന്ന് ഈ വണ്ടി മേടിച്ചത് സാക്ഷാൽ വിജയ് മല്യയായിരുന്നു. ബ്രൂണയിലെ കിങ് ഓഫ് ഗുഡ് ടൈംസിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ കിങ് ഓഫ് ഗുഡ് ടൈംസ് ആണ് ഈ സൂപ്പർ റെയർ ആയിട്ടുള്ള റൈറ്റ് ഹാൻഡ് ഡ്രൈവ് CLK GTR റോഡ്സ്റ്റർ മേടിച്ചത്. എന്തായാലും ഈ കാറ് ഒരു ജൂനിയർ മാൻഡ്രൈ കാറാന്ന് തോന്നുന്നു. ഈ 2 ഉടമസ്ഥന്മാരുടെയും ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ. അപ്പം അറിയില്ല, എന്തായാലും ഒരു അൾട്രാ റെയർ കാർ ഒരു ഇന്ത്യൻ ഓണർഷിപ്പിലേക്കും വന്നു എന്നുള്ളത് ഒരു കൗതുകരമായ കാര്യമാണ്. ലോകത്ത് ഇത്രയും ബയേഴ്സ് ഉണ്ടായിട്ടും നല്ലൊരു ശതമാനം കാറുകൾ ഇപ്പോഴും ബ്രൂണൈ കളക്ഷനിലുണ്ട്. അവരിനി അത് മ്യൂസിയം ആക്കുമോ അതോ ഇനി ഓപ്പൺ മാർക്കറ്റ് സെല് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. എന്തായാലും ഇതാണ് നമ്മുടെ ബ്രൂണൈ കളക്ഷൻ. നിങ്ങൾക്ക് ഈ ടോട്ടൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് വേർഷനും ഈ വേർഷനും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. ഡു കമൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സ്റ്റേ സേഫ് ആൻഡ് ഡ്രൈവ് സേഫ്. ബൈ.